ഈ ആദ്യം പറയുമ്പോൾ തന്നെ ഈ BJP-ക്കാർ പറയും ഞങ്ങൾക്ക് A ക്ലാസ് ഉണ്ട്, B ക്ലാസ് ഉണ്ട്, ടാർജറ്റഡ് മണ്ഡലമുണ്ട് എന്നൊക്കെ പറയും. അതിനകത്തൊരു A ക്ലാസ് ടാർജറ്റഡ് മണ്ഡലമായിരുന്നു തൃശ്ശൂർ. ഈ തൃശ്ശൂരിൽ എന്താണ് സംഭവിച്ചത്? എറണാകുളം ജില്ലയുടെ പല പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും തൃശ്ശൂരിലെ തന്നെ ആലത്തൂർ പോലുള്ള പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും കൃത്യമായ വോട്ടുകൾ RSS വോട്ടുകൾ അവിടെ അനധികൃതമായി തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ചേർത്തു. സംസ്ഥാന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർ പട്ടികയിൽ പേരുകൾ ചേർക്കപ്പെട്ടത് കഴിഞ്ഞ കൊല്ലം തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലാണ്. 1,46,000 വോട്ടുകളാണ്. രണ്ടാം സ്ഥാനത്തുള്ളത് വടകര പാർലമെൻറ്റ് മണ്ഡലമാണ്. 1,35,000 വോട്ടുകളാണ്. പക്ഷേ 2019 വടകര 1,06,000 വോട്ടുകൾ ചേർക്കപ്പെട്ടു. പക്ഷേ തൃശ്ശൂരിൽ എത്രയാണ് ചേർത്തതെന്നറിയോ? 61,000 വോട്ടുകൾ മാത്രമാണ് 2019 ചേർത്തത്. അതേ സ്ഥാനത്താണ് ഈ കനത്ത മൈഗ്രേഷൻ മധ്യ കേരളത്തിൽ നിന്നുണ്ടാകുന്ന അതേ സ്ഥാനത്താണ് 2024 സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ടത് 1,46,000 തൃശ്ശൂർ മാറിയത്. അപ്പോൾ അന്ന് തന്നെ സംശയമുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ നമ്മളൊക്കെ തന്നെ അത് പറഞ്ഞതാണ്. ശ്രീ K മുരളീധരൻ ഉൾപ്പെടെ ശ്രീ TN പ്രതാപൻ അന്ന് തന്നെ 24/4/2024 അദ്ദേഹം ഈ വോട്ടർ പട്ടികയിലെ ബൂത്തും അവർ അന്ന് ചേർക്കപ്പെട്ട ഫ്ളാറ്റുകളുടെ പേര് വാട്ടർ ലില്ലി ഫ്ലാറ്റ്സ് അയ്യന്തോൾ, ശക്തി അപ്പാർട്ട്മെന്റ്സ് അയ്യന്തോൾ, ചേലൂർ കൺട്രി കോർട്ട് അയ്യന്തോൾ, അതുപോലെ തന്നെ ശോഭ പ്ലാസ അവിടെ തൃശ്ശൂര്, ഇതിൻ്റെയൊക്കെ ബൂത്ത് നമ്പറുകളുടെ അടിസ്ഥാനത്തിൽ ശ്രീ TN പ്രതാപൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവരന്നേ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പരാതി കൊടുത്തപ്പോൾ അന്നത്തെ കളക്ടർ പറയുന്നത് എന്താ? ഫൈനൽ വോട്ടർ പട്ടികയിൽ വന്നവരൊക്കെ പേര് അവർ വോട്ട് ചെയ്യും. ഫൈനൽ വോട്ടർ പട്ടികയിലാണ് ഈ പേരുകൾ അഡീഷണൽ ലിസ്റ്റായി വന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ RSSന്റെ കോറായിട്ടുള്ള വോട്ടർമാരെ അല്ലെങ്കിൽ കേഡർമാരെ അന്യ സംസ്ഥാനത്ത് നിന്ന് മലയാളം സംസാരിക്കുന്ന RSS കേഡർമാരെ തൃശ്ശൂരിൽ കൊണ്ട് ചേർത്തിട്ടുണ്ട്. അവരുടെ വോട്ടുകൾ ചേർത്തു. എങ്ങനെയാണ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതെന്നറിയാമോ? ഈ അഡ്രസ്സിലേക്ക് അവരുടെ പേര്, ഇപ്പോൾ വേണുവിൻ്റെ പേരിലാണ് ഒരു അഡ്രസ്സ് അവിടെ കൃത്രിമമായി ഉണ്ടാക്കുന്നതെങ്കിൽ വേണു വാട്ടർ ലില്ലി അപ്പാർട്ട്മെന്റ്സ് അയ്യന്തോൾ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് കാർഡ് അയക്കും. ആ പോസ്റ്റ് കാർഡ് അയക്കുമ്പോൾ അതാണ് അവിടുത്തെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. എത്രയോ എളുപ്പത്തിൽ നമുക്ക് ചേർക്കാൻ സാധിക്കും. ഇങ്ങനെ ചേർത്ത നമ്മൾ കണ്ടെത്തിയ വോട്ടുകളിലൊക്കെ പരാതി കൊടുത്തു. പക്ഷേ അന്ന് ജില്ലാ കളക്ടർ അതിനകത്ത് നടപടി എടുത്തില്ല എന്നത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു ഇവരൊക്കെ ഫൈനൽ വോട്ടർ പട്ടികയിൽ വന്നുകൊണ്ട് ഈ പേരുകളൊക്കെ വോട്ട് ചെയ്യപ്പെടും. അതിന്റെ ഭാഗമായി എന്തെങ്കിലും പാരിതോഷികം കിട്ടിയെന്ന ആക്ഷേപമുണ്ടോ? അത്തരം ആരോപണം സുനിൽ ഉന്നയിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് കൃഷ്ണ തേജ എന്ന് പറയുന്ന ജില്ലാ കളക്ടർക്ക് അതിനുശേഷം ചില സ്ഥാനമാനങ്ങളൊക്കെ ലഭിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് എടുത്ത ഈ സമീപനം എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ സംശയാസ്പദമാണ്. ഇന്നത് കൂടുതൽ വ്യക്തമായിട്ട് വരികയാണ്. ഇനി അത് മാത്രമല്ല വേണു, അവിടെ ഉണ്ടായിരുന്ന പല വിഷയങ്ങളിലും ഇപ്പോൾ നമുക്കറിയാം ഈ BJP-ക്കാരൊക്കെ പല ഇടത്തു നിന്നും അവരുടെ കോർ വോട്ടർമാരെ ഇപ്പുറം ചേർത്തു. ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ അങ്ങനെയാണ് വിജയമുണ്ടാകുന്നത്. അന്ന് തന്നെ BJP-ക്കാർ പറഞ്ഞത് എന്താ? 75,000 പുതിയ വോട്ടർമാരെ ഞങ്ങൾ ഇവിടെ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ജയിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് അവരുടെ അന്നത്തെ ന്യായഗതി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ BJP-ക്കാരൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് 45 ദിവസത്തിനുള്ളിൽ പരിശോധിച്ച് അല്ലെങ്കിൽ ഈ വോട്ടർ പട്ടിക വന്നപ്പോൾ തന്നെ പരിശോധിച്ച് നിങ്ങൾക്ക് നടപടിയെടുക്കാൻ പറ്റില്ലേ? ഞങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് കണ്ടെത്തിയതിൽ ഞങ്ങൾ പരാതി കൊടുത്തു. വേറെ എന്താണ് വേണു ഒരു കാര്യം മനസ്സിലാക്കുക. ശോഭ സിറ്റിയിൽ കയറി ഒരു കോൺഗ്രസ് പ്രവർത്തകന് ഞങ്ങൾ ആ ഫ്ലാറ്റിൽ ആയിരക്കണക്കിന് ഫ്ലാറ്റ് സമുച്ചയമുള്ള ശോഭ സിറ്റി കയറി ഞങ്ങൾക്കൊരു പരിശോധന നടത്താൻ പറ്റൂ? ഇനി അതൊന്നും വേണ്ട. ഇപ്പോൾ എറണാകുളം നഗരത്തിൽ വേണുവിനെ പോലെ ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ അർബൻ നഗരത്തിൽ ഹൈലൈറ്റ് മാളിൽ ആരൊക്കെയാണ് താമസിക്കുന്നതെന്ന് അവരുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടാവും. പക്ഷേ ആ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിലെ ആൾക്കറിയോ മറ്റൊരു ഫ്ലാറ്റിൽ ആരാ താമസിക്കുന്നതെന്ന്? ഇങ്ങനെ നമുക്ക് പരിശോധന ഇമ്പോസിബിൾ ആണ്. രാഹുൽ ഗാന്ധി തന്നെ ഈ പരിശോധനയ്ക്കാണ് ഈ ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചു, നിങ്ങൾ ഒരു പണി ഞാൻ ഒരൊറ്റ കാര്യം ആവശ്യപ്പെടാം, ആ ഡിജിറ്റൽ വോട്ടർ പട്ടിക എനിക്കൊന്ന് താ. ഡിജിറ്റൽ വോട്ടർ പട്ടിക തന്നാൽ ഞാൻ അതൊരു സോഫ്റ്റ്വെയറിൽ കമ്പയർ ചെയ്ത് ഇതിനകത്ത് ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടെങ്കിൽ ഞാനത് കണ്ടെത്താം. ഇതിന്റെ അനധികൃതമായി ഏതെങ്കിലും ചേർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടെത്താം. ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു എന്നാൽ ഡിജിറ്റൽ വോട്ടർ പട്ടിക വേണ്ട, സ്കാൻ ചെയ്താൽ റീഡബിൾ മെഷീൻ റീഡബിൾ ഫോർമാറ്റിലുള്ള സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറിലെങ്കിലും എന്താ, അതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡബിൾ വോട്ടിംഗ് നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് കണ്ടപ്പോൾ അവർ ചെയ്ത പണി എന്താ? നിയമം പരിഷ്കരിച്ച് 45 ദിവസം കൊണ്ട് ഈ CCTV ഫുട്ടേജ് മുഴുവൻ നശിപ്പിക്കണമെന്ന് നിയമം ഉണ്ടാക്കി. അപ്പോൾ തന്നെ വളരെ വ്യക്തമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇതിന്റെ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ചില നിയോജക മണ്ഡലങ്ങളിൽ എല്ലായിടത്തും എന്ന് ഞാൻ പറയുന്നില്ല, ചില ടാർഗറ്റഡ് നിയോജക മണ്ഡലങ്ങളിൽ BJP-ക്കാർ അനധികൃതമായി വോട്ട് രേഖപ്പെടുത്തി മോദി സർക്കാരിന് കൃത്രിമമായ വിജയമുണ്ടാക്കി. ആ വിജയത്തിലാണ് ഇപ്പോൾ അഭിരമിച്ചിരിക്കുന്നത്. ഇത്